Dear students, PPSCയുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇന്നലെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സാൻഡ് കാസ്റ്റിംഗ് ആയിരുന്നു. ഗ്രീൻ സാൻഡ്, ഡ്രൈ സാൻഡ്, അങ്ങനെ സാൻഡ് റിലേറ്റഡ് അത്തരം കാസ്റ്റിങ്ങുകളാണ്. അതിൽ നിന്നും പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൻ്റെ ഒരു വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രീൻ കാസ്റ്റിംഗ് അല്ലെങ്കിൽ സാൻഡ് കാസ്റ്റിങ്ങിൽ ആ മോൾഡ്, ആ ഒരു സോളിഡിഫിക്കേഷൻ പ്രോസസ്സ്, നമ്മൾ ഒഴിക്കുന്ന മോൾട്ടൺ മെറ്റലിൻ്റെ സോളിഡിഫിക്കേഷൻ പ്രോസസ്സിന് ശേഷം ആ മോൾഡ് ഡിസ്ട്രോയ് ചെയ്ത് അല്ലെങ്കിൽ അത് പൊളിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, അതിനകത്ത് നിന്ന് നമുക്ക് വേണ്ടുന്ന കാസ്റ്റ് ചെയ്ത പാർട്ട് പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഓരോ തവണയും നമ്മൾ മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു, കാസ്റ്റ് ചെയ്യുന്നു, മോൾഡ് പൊളിച്ചിട്ട് ശേഷം പുറത്തേക്ക് എടുക്കുന്നു. അത്തരത്തിലുള്ള അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രോയിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പെർമനൻറ്റ് മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നോർമലി മെറ്റൽ കൊണ്ടാണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽ കൊണ്ട് നമ്മൾ ഒരു പെർമനൻറ്റ് മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ പറയുന്ന കാസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പെർമനൻ്റ് ആയിട്ട് ഓരോ തവണയും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതേ സെയിം മോൾഡ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോൾഡുകൾ പെർമനൻ്റ് ആണ്. ആ മോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോൾഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് മോൾഡിങ് എന്ന് പറയുന്നത്. ആ ഒരു പാറ്റേണിൻ്റെ അതേ സെയിം ഫീച്ചേഴ്സുള്ള അല്ലെങ്കിൽ അതേ സെയിം ഷേപ്പിലുള്ള ആ ഒരു മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അത് റീയൂസബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ ഒരു സെയിം മോൾഡ് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫോർ മെനി ടൈപ്സ് ഓഫ്, അല്ലെങ്കിൽ ഒരുപാട് ടൈംസ് നമുക്ക് സെയിം കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സെയിം മോൾഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ പല രീതിയിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു മോൾഡിൻ്റെ അകത്തേക്ക് ഈ ഒരു മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്യാറുണ്ട്. ഗ്രാവിറ്റി വെച്ചിട്ട് ഫില്ല് ചെയ്യാറുണ്ട്, വാക്വം വെച്ചിട്ട് അല്ലെങ്കിൽ പ്രഷർ ചെയ്തിട്ട്, അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. അങ്ങനെ ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഈ ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പെർമനൻറ്റ് മോൾഡിങ്ങിനെ നമ്മൾ നോർമലി 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഗ്രാവിറ്റി പ്രോസസ്സ്, സ്ലഷ് കാസ്റ്റിങ്, ലോ പ്രഷർ പ്രോസസ്സ്, വാക്വം പ്രോസസ്സ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പെർമനൻറ്റ് മോൾഡിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഒന്നും കൂടി പറയാം. ആ ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നോർമലി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരേ സെയിം മോൾഡ് തന്നെ നമ്മൾ റീയൂസബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ മോൾഡിങ് കഴിയുമ്പോഴും വീണ്ടും സെയിം ക്യാവിറ്റിയിലേക്ക് തന്നെ നമുക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കാം. അതുകൊണ്ട് തന്നെ ഒരു നമ്പർ ഓഫ് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്പർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഹൈ വോളിയം പ്രൊഡക്ഷൻസ്, ഒരുപാട് നമ്പർ ഓഫ് പ്രൊഡക്ഷൻസ്, ഒരുപാട് എണ്ണം കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് ആണ് നമ്മൾ നോർമലായിട്ടും യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നോൺ ഫെറസ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അലൂമിനിയം, മഗ്നീഷ്യം, അതിൻ്റെ അലോയ്സ്, കോപ്പർ, അതിൻ്റെ അലോയ്സ്, അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ചില സ്പെഷ്യൽ മെത്തേഡുകൾ ആയിട്ടുള്ള ഗ്രാഫൈറ്റ് മോൾഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അയണും സ്റ്റീലിനെയൊക്കെ നമുക്ക് ഇതിൻ്റെ അത് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം കോമൺ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓട്ടോമോട്ടീവ് ഫീൽഡിലും എയർക്രാഫ്റ്റിൻ്റെ ഫീൽഡിലൊക്കെ തന്നെയാണ്. പൈപ്പ് ഫിറ്റിങ്സിൽ, അതുപോലെ ഓട്ടോമൊബൈലിൻ്റെ പിസ്റ്റണ്, എയർക്രാഫ്റ്റ് ഇമ്പല്ലേഴ്സ്, വീൽസ്, അത്തരത്തിലുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഈ ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് ഇതിൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു മോൾട്ടൺ മെറ്റൽ ഈ ഒരു മോൾഡിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. എല്ലാത്തിലും ആ ഒരു മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് റീയൂസബിൾ ക്യാവിറ്റിയാണ്, അല്ലെങ്കിൽ പെർമനൻറ്റ് ക്യാവിറ്റിയാണ്. അപ്പോൾ 4 ഗ്രാവിറ്റി പ്രോസസ്സ്, സ്ലഷ് കാസ്റ്റിംഗ്, ലോ പ്രഷർ പ്രോസസ്സ്, വാക്വം പ്രോസസ്സ്, ഇങ്ങനെ 4 കാസ്റ്റിംഗ് പ്രോസസ്സുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രാവിറ്റി പ്രോസസ്സ്. നമുക്ക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ കേട്ടില്ലേ. ആപ്പിൾ താഴേക്ക് വരുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. ഒരു ഗുരുത്വാകർഷണം എന്ന് പറയുന്ന അത് തന്നെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ പറഞ്ഞാൽ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും താഴേക്ക് വരുന്നു. ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് നമ്മൾ മുകളിൽ നിന്ന് ഒഴിച്ചാൽ നേരെ താഴേക്ക് വരുന്നു. എപ്പോഴും ഹയർ ഒരു പോയിന്റിൽ നിന്നും ലോവർ പോയിന്റിലേക്കായിരിക്കും ഫ്ലൂയിഡ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്.
അപ്പോൾ ഇവിടെയും സെയിം കാര്യം തന്നെയാണ്, ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മോൾട്ടൺ മെറ്റൽ, ആ ഒരു മോൾട്ടൺ മെറ്റൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു ഗ്രാവിറ്റിയിലൂടെയാണ് ഇത് ഫില്ലാവുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റി പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഒരു മോൾഡ് നമ്മൾ പെർമനൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോൾഡ് ക്യാവിറ്റീനെ നമ്മളൊന്ന് ചൂടാക്കണം. എബൌട്ട് 150 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മളതിനെ ചൂടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചൂടാക്കുന്നതിന് 2 റീസൺസാണ്. ഒന്ന്, അതിൻ്റെ ഈസി ആയിട്ടുള്ള ഫ്ലോ, ആ മോൾട്ടൺ മെറ്റലിൻ്റെ ഈസി ആയിട്ടുള്ള ഫ്ലോ, അതെവിടെയെങ്കിലും പോയിൻറ്റുകൾ തണുത്തിരിപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മോൾഡ് ക്യാവിറ്റിയിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് ആ തണുത്ത ഭാഗങ്ങളിൽ അതിന് സ്റ്റിക്ക് ചെയ്തിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, അവിടെ പറ്റി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. കാരണം ഉരുകി വരുന്ന മെറ്റൽ തണുത്ത ഭാഗത്ത് വരുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് പെട്ടെന്ന് അത് സോൾഡിഫൈ ചെയ്ത് അവിടെയൊക്കെ സ്റ്റിക്കായിരിക്കാനും ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള മോൾട്ടൺ മെറ്റലിൻ്റെ ഫ്ലോ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു മോൾഡിനെ പ്രീഹീറ്റ് ചെയ്യും. 150 മുതൽ 200 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രീഹീറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രീഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ തെർമൽ ഡാമേജുകൾ റെഡ്യൂസ് ചെയ്യും. തെർമലി ഉണ്ടാവുന്ന ഡാമേജുകളെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഹീറ്റിംഗ് കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ മോൾഡ് ക്യാവിറ്റിക്കകത്ത് നമ്മൾ ഗ്രീൻ സാൻഡ്, ഡ്രൈ സാൻഡൊക്കെ പഠിച്ച സമയത്ത് ഒരു പാർട്ടിംഗ് സാൻഡിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പാർട്ടിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോട്ടിങ് പോലെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും മോൾഡ് ക്യാവിറ്റി നമുക്ക് എന്ത് ചെയ്യും, ഒരു റിഫ്രാക്ടറി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോട്ട് ചെയ്യും. അതിനെ മോൾഡ് വാഷിംഗ് എന്നാണ് പറയുന്നത്, മോൾഡ് വാഷ്. അങ്ങനെ മോൾഡ് വാഷ് ചെയ്യുന്നതും ഇത് ഒരു സ്റ്റിക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മോൾഡ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ മോൾഡ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടായിരിക്കും. ഇവിടെ ഇതൊരു പാർട്ട്, ഈ 2 പാർട്ടിനെയും കൂടെ നമ്മൾ ഒരുമിപ്പിച്ച് വെക്കണം. എന്തെങ്കിലും ക്ലാമ്പോ അങ്ങനെ എന്തെങ്കിലും സ്ക്രൂവോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ 2നെയും കൂടെ ഒരുമിപ്പിക്കും. അങ്ങനെ ഒരുമിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്, ആ ഒരു ബോക്സ് ഷേപ്പ് കിട്ടുന്നത്. 2 സ്പ്ലിറ്റായിട്ടുള്ള 2 ഹാഫുകളെ നമ്മൾ എന്തെങ്കിലും സ്ക്രൂവോ ക്ലാമ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ, എന്തെങ്കിലും ഒരു ബോഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരുമിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഷേപ്പിലുള്ള ആ ഒരു മോൾഡ് നമുക്ക് കിട്ടും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. മോൾട്ടൺ മെറ്റൽ ഈസ് ദെൻ poured into this cavity. ആ ഒരു ക്യാവിറ്റിക്കുള്ളിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ, ആ ഒരു മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് കഴിയുമ്പം അത് നമ്മൾ വേറെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു ഗ്രാവിറ്റിയിലൂടെ തന്നെ അതങ്ങ് ഒഴിച്ച് കഴിയുമ്പം നേരെ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് ചെല്ലും. അതിനുശേഷം നമ്മൾ സൂൺ ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ ദ മോൾഡ് ഈസ് ഓപ്പൺഡ് ആൻഡ് ദ കാസ്റ്റിംഗ് റിമൂവ്. അതിനുശേഷം സോൾഡിഫിക്കേഷൻ നടത്തും. അത് കഴിയുമ്പോൾ മോൾഡ് ഓപ്പൺ ചെയ്തിട്ട് കാസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളങ്ങനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഷേപ്പ്, നമ്മൾ ഡിസൈർഡ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ തവണയും നമ്മൾ ഇത് റിപ്പീറ്റഡായിട്ട് എന്ത് ചെയ്യുന്നു, സെയിം മോൾഡ് തന്നെ യൂസ് ചെയ്യുന്നു. അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള മോൾഡ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നു. അപ്പം ഒരു തവണത്തെ കാസ്റ്റിങ്ങിന് ശേഷം വീണ്ടും നമ്മളതിനെ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലാസ്റ്റ് ചെയ്ത കാസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഹീറ്റ് നമ്മളുടെ മോൾഡിലുള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ ഒരു രീതിയിൽ നമുക്ക് ടൈം സേവിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് പ്രൊഡക്ഷൻസും ലാർജ് പ്രൊഡക്ഷൻ വർക്കും ഒക്കെ നടത്താൻ പറ്റുന്നൊരു രീതിയാണ് നമ്മുടെ ഗ്രാവിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ലഷ് കാസ്റ്റിംഗ്. ആക്ച്വലി സ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നമ്മൾ നോർമലി ഒരു ഹോളോ കാസ്റ്റിംഗ് മെത്തേഡ് എന്നാണ് നമ്മൾ സ്ലഷ് കാസ്റ്റിങ്ങിനെ പറയുന്നത്. സ്ലഷ് കാസ്റ്റിങ്ങിൽ എപ്പോഴും ഹോളോ ബോഡികളാകും, അകത്ത് പൊള്ളയായിട്ടുള്ള ബോഡികളായിരിക്കും. പുറത്ത് മാത്രം മെറ്റീരിയലുള്ള അകംഭാഗങ്ങൾ പൊള്ളയായിട്ടുള്ള മെറ്റീരിയലുകളായിരിക്കും നമ്മൾ നോർമലായിട്ടും സ്ലഷ് കാസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ക്രിക്കറ്റ് ബോളിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ നോക്കിയാൽ അറിയാം, അത് കാസ്റ്റിംഗ് അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്രിക്കറ്റ് ബോളിൻ്റെയൊക്കെ നോക്കിയാൽ അതിന് ഒരു റൗണ്ട് ഷേപ്പ് ആയ ഒരു മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകം എന്ന് പറയുന്നത് വെറും എയർ മാത്രമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഷേപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ അകം വേക്കൻ്റായിട്ടുള്ള പൊള്ളയായിട്ടുള്ള ഹോളോ കാസ്റ്റിംഗ് വേണ്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ സ്ലഷ് കാസ്റ്റിങ് യൂസ് ചെയ്യുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ആ ഫിഗർ, റൈറ്റ് സൈഡിലത്തെ ഫിഗർ നോക്കിയാൽ കാണാം, ഇതിൻ്റെ പുറത്ത് മാത്രമേ മെറ്റീരിയൽ ഉള്ളൂ, അകം എന്ന് പറയുന്നത് പൊള്ളയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഫിഗറും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ പ്രോസസ്സ് നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത്.
ഫസ്റ്റ് നമുക്ക് ഈ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു മോൾഡ് ഉണ്ടായിരിക്കും. ആ മോൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെറ്റലിനെ ചൂടാക്കി ഉരുക്കിയ മോൾട്ടൺ മെറ്റലിനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ആ ചൂടാക്കിയ മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഫുള്ളായിട്ടും സോൾഡിഫൈ ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഓക്കെ, ഒരു അരമണിക്കൂർ ആ ഒരു എക്സാമ്പിളാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ആ ഒരു മോൾട്ടൺ മെറ്റൽ അവിടെ വെച്ചാൽ അത് ഫുള്ളായിട്ടും സോൾഡിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ അതിനെ അവിടെ വെക്കാൻ അനുവദിക്കുന്നില്ല. ഒഴിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ ആ ഒഴിച്ച് വെച്ചതിനെ നമ്മൾ വീണ്ടും തിരിച്ചൊഴിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ച അതിൽ നിന്നും തിരിച്ച് നമ്മളുടെ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചൊഴിക്കുന്നു. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഭാഗം മാത്രമേ സോൾഡിഫൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ സോൾഡിഫൈ ചെയ്ത ഭാഗം നമ്മളുടെ മോൾഡിൻ്റെ ഉള്ളിലിരിക്കും. ബാക്കി നമുക്ക് മെറ്റൽ എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ മോൾഡ് ക്യാവിറ്റിക്കുള്ളിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മോൾട്ടൺ ഇതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം നമ്മളുടെ മോൾഡ് ക്യാവിറ്റിയുടെ അടുത്തുള്ള ഭാഗം മാത്രം സോൾഡിഫൈ ആയിട്ടുണ്ട്. അതവിടേക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡാർക്ക് ചെയ്ത് കാണിച്ചത്. എന്നിട്ട് നമ്മളത് തിരിച്ച് നമ്മുടെ പഴയ ബീക്കറിലേക്ക് തന്നെ വീണ്ടും തിരിച്ചൊഴിക്കുന്നു. തിരിച്ചങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള മോൾട്ടൺ മെറ്റലെല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അകത്തിരിക്കുന്ന ആ ഒരു ഷേപ്പ്, നമുക്ക് വേണ്ടുന്ന ആ ഒരു ഷേപ്പ് മാത്രം നമ്മൾ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളു പൊള്ളയായിരിക്കും, ഉള്ളു ഒരു ഹോളോ ആയിരിക്കും. പുറത്ത് നമുക്ക് വേണ്ടുന്ന മെറ്റലും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് കാസ്റ്റിങ്ങിനെയാണ് നമ്മൾ സ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലഷ് കാസ്റ്റിങ്ങിൻ്റെ അകത്ത് എപ്പോഴും ഹോളോ ടൈപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ തിക്നെസ്സിലുള്ള ഒരു ഔട്ടർ കവറിങ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓർണമെൻ്റൽ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ടോയ്സ് ഉണ്ടാക്കാൻ, അത്തരത്തിലുള്ള ഓർണമെൻ്റൽ പ്രൊഡക്ഷനും നമുക്ക് എന്തെങ്കിലും ടോയ്സോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ടും ഈ ഒരു സ്ലഷ് കാസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലോ പ്രഷർ പ്രോസസ്സ്. എന്താണ് ലോ പ്രഷർ പ്രോസസ്സ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആ ഒരു ഫിഗർ നോക്കുമ്പോൾ കാണാം, നമ്മളൊരു എക്സ്ട്രാ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോ പ്രഷർ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. ഇവിടെ നമ്മൾക്ക് വേണ്ടുന്ന ഒരു മോൾഡ് ക്യാവിറ്റി, ആ മോൾഡ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഷേപ്പ്, ഈ ഒരു കുരിശിൻ്റെ ആ ഒരു ക്രോസ് ഷേപ്പിലുള്ള അതാണ് നമുക്ക് വേണ്ടുന്ന മോൾഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുകയോ അങ്ങനെയൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലാഡിൽ എന്ന് പറയും, നമ്മളുടെ ഒരു ബീക്കർ പോലെ നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു വെക്കുന്ന ഒരു പാത്രം അല്ലെങ്കിൽ ആ ഒരു ബോക്സ് പോലത്തെ അതിനെയാണ് നമ്മൾ ലാഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പിലുണ്ടാവും. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ലിക്വിഡ്, നമ്മുടെ മോൾട്ടൺ മെറ്റൽ, അതാണ് ലിക്വിഡ് മെറ്റൽ എന്ന് പറയുന്നത്, നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആ ലിക്വിഡ് മെറ്റലിലേക്ക് നമ്മളൊരു ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് ട്യൂബ് എന്ന് പറയുന്നത്. ആ ട്യൂബിനെ റിഫ്രാക്റ്ററി പോറിംഗ് ട്യൂബ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു ലോ പ്രഷറിൻ്റെ അകത്ത് നമുക്ക് മോൾട്ടൺ മെറ്റലിനെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ലാഡിലാണ്. ലാഡിലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മോൾട്ടൺ മെറ്റൽ, ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റിഫ്രാക്റ്ററി പോറിംഗ് ട്യൂബിന് ഉള്ളിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. റിഫ്രാക്റ്ററി പോറിംഗ് ട്യൂബിന് 2 എൻഡുകൾ ഉണ്ടായിരിക്കും. ഒരു എൻഡ് നമ്മളുടെ മോൾട്ടൺ മെറ്റലിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ എൻഡ് ഓപ്പണിംഗ് ആയിരിക്കും. നെക്സ്റ്റ് എൻഡും ഓപ്പണിംഗ് തന്നെയാണ്. ആ എൻഡ് നമ്മളുടെ മോൾഡിൻ്റെ അകത്തേക്ക്, അല്ലെ മോൾഡ് ക്യാവിറ്റിയിലേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിക്വിഡ് മെറ്റൽ നമ്മുടെ റിഫ്രാക്റ്ററി ട്യൂബിനുള്ളിലൂടെ മുകളിലേക്ക് നീങ്ങും. ഓക്കെ, ഫോഴ്സസ് ദ മോൾട്ടൺ മെറ്റൽ ടു ഗോ അപ്വേഡ്, മുകളിലേക്ക് ത്രൂ ദ ട്യൂബ്. ആ ട്യൂബിലൂടെ എങ്ങോട്ടെത്തും, നമ്മളുടെ ആ ഒരു മോൾഡിൻ്റെ ആ ഒരു ക്യാവിറ്റിയിലേക്ക്, ആ മോൾഡിലേക്ക് അത് എത്തും. അങ്ങനെ മോൾഡിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ആ ഫോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ നിർത്തും. അപ്പോൾ ആ ഒരു മോൾഡിൻ്റെ ഉള്ളിലെത്തിയ ലിക്വിഡ് മെറ്റൽ സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങും. ആ ഒരു സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത്, സോൾഡിഫൈ ചെയ്തതിന് ശേഷം നമ്മളിതിനെ മോൾഡിനെ ഇളക്കി മാറ്റി നമുക്ക് വേണ്ടുന്ന കാസ്റ്റ് ചെയ്ത പ്രോഡക്റ്റിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ ഒരു മറ്റു മോൾഡിങ്ങുകളിൽ നമ്മളെപ്പോഴും ഒരു റണ്ണർ, റൈസർ എന്ന് പറയുന്ന കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്തിരുന്നു, ഇതിൻ്റെ അകത്തുള്ള അൺവാണ്ടഡ് ഗ്യാസസിന് പുറത്തേക്ക് പോകാനും ഈസി ഫ്ലോയ്ക്കും ഒക്കെ. ബട്ട് ഇവിടെ നമുക്ക് റൈസർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൻ്റെ ആവശ്യമില്ല. നോ റൈസർ, നമ്മളിവിടെ റൈസർ പോലും യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു മോൾട്ടൺ മെറ്റലിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നമുക്ക് റൈസറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു
ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെറ്റീരിയൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഈ ലാഡിലിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി വരുന്ന നമ്മൾ ഈ ഒരു പോറിംഗ് ട്യൂബ് വഴി മോൾഡിൻ്റെ ഉള്ളിലേക്ക് പോയി അതിനുശേഷം ബാക്കി വരുന്ന മോൾട്ടൺ മെറ്റലിനെ വീണ്ടും തിരിച്ച് നമുക്ക് ഈ ലാഡിലിൻ്റെ ഉള്ളിൽ നമുക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനും റീയൂസ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ വേസ്റ്റേജ് വളരെ കുറവാണ് ഇത്തരത്തിലുള്ള കാസ്റ്റിങ്ങിൽ. ഇനി നെക്സ്റ്റ് വൺ ഈ ഒരു നെക്സ്റ്റ് അല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ലോ പ്രഷർ പ്രോസസ്സിൻ്റെ അകത്ത് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് അലൂമിനിയം, മഗ്നീഷ്യം തുടങ്ങിയ മെറ്റീരിയലുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിറ്റിൽ ടെർബുലൻസ് ആണ്. ടെർബുലൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വെള്ളം നിങ്ങൾ ജസ്റ്റ് ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒരു മഗ് വഴി ഒരു ഹൈറ്റിൽ നിന്ന് ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇത് എല്ലാം കൂടെ ഒരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഒരു ചുഴികൾ ഈ കടലിലും ഒക്കെ ചുഴി ഉണ്ടാവുന്നില്ലേ, അതിൻ്റെ ചെറിയൊരു ഫോമാണ് ഈ ഒരു നമ്മുടെ ബക്കറ്റിനുള്ളിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ മുകളിൽ നിന്ന് ഒഴിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്നതാണ് ഈ ഒരു റൊട്ടേഷൻ എഫക്റ്റ്. അതിനെയാണ് നമ്മൾ ടെർബുലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ലോ പ്രഷർ കാസ്റ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ അങ്ങനെ മുകളിൽ നിന്നൊന്നും മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. താഴെ ലാഡിലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മെറ്റലിനെ നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണ്. അതും ഒരു ലോ പ്രഷർ കൊടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടർബുലൻസ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ വളരെ ലിറ്റിൽ ടർബുലൻസ് ആണ് ഇതിലുണ്ടാവുന്നത്. അതിൻ്റെ കാരണം നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊടുക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ, വളരെ പതിയെ ലോ പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാണ് വെരി ലിറ്റിൽ ടെർബുലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ മറ്റ് കാസ്റ്റിങ്ങുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാവിറ്റി കാസ്റ്റിങ്ങിനെക്കാട്ടിലും ഒക്കെ മറ്റ് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനേക്കാളിലും ഒക്കെ ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ ഒരു ലോ പ്രഷർ പ്രോസസ്സ് തരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. ഒരുപാട് സമയം നമുക്ക് ഓരോ സൈക്കിളും റിപ്പീറ്റഡായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ വാക്വം കാസ്റ്റിംഗ് ആണ്. വാക്വം പ്രോസസ്സ് എന്ന് പറയും. ആക്ച്വലി വാക്വം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വാക്വം പ്രോസസ്സാണ്. വാക്വം പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ്. ഈ വാക്വം പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിന് നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാവിറ്റി, ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പെർമനൻറ്റ് കാസ്റ്റിങ്ങിൻ്റെയും എല്ലാ രീതിയിലുള്ള അഡ്വാൻറ്റേജസും ഈ ഒരു വാക്വം പ്രോസസ്സിന് ഉണ്ടായിരിക്കും. അത് കൂടാതെ ഈ ഒരു മോൾട്ടൺ മെറ്റലിൻ്റെ ഉള്ളിലുള്ള ഡിസോൾഡ് ഗ്യാസസ് അതിനെ നമുക്ക് ഏറ്റവും മിനിമൈസ് ചെയ്യുന്നത്, ഗ്യാസസ് കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ മോൾട്ടൺ മെറ്റലിൻ്റെ ഉള്ളിൽ ഗ്യാസസ് ഒരുപാട് ഉണ്ട് എങ്കിൽ അത് ഈ ഒരു കാസ്റ്റ് ചെയ്ത് വരുന്ന ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ഒരുപാട് വ്യത്യാസം വരുത്തും. അതുകൊണ്ട് ഏറ്റവും മിനിമൈസ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ മോൾട്ടൺ മെറ്റലിലുള്ള ഗ്യാസസിൻ്റെ മോൾട്ടൺ മെറ്റലിലുള്ള ഗ്യാസസിൻ്റെ ക്വാണ്ടിറ്റി ഏറ്റവും മിനിമൈസ് ചെയ്യാൻ ഈ ഒരു വാക്വം പ്രോസസ്സിലൂടെ നമുക്ക് കഴിയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വാക്വം പ്രോസസ്സിലൂടെ നമുക്ക് പുറത്ത് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 10 മുതൽ 15% വരെ ബെറ്റർ ആയിരിക്കും മറ്റുള്ള പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. എസ്പെഷ്യലി ഗ്രാവിറ്റി പ്രോസസ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 10 മുതൽ 15% വരെ ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടി നൽകുന്നതാണ് ഈ ഒരു വാക്വം പ്രോസസ്സിലൂടെ കിട്ടുന്ന കാസ്റ്റിങ്ങിലൂടെ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാക്വം കാസ്റ്റിങ്ങിന് നമുക്ക് വാക്വം ഫോമിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ ആവശ്യമുണ്ട്. വാക്വം ഫോമിംഗ് മെഷീൻ ആക്ച്വലി വാക്വം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പേസിനെ വാക്വം എന്ന് പറയാൻ പറ്റുന്ന അതിൻ്റെ അകത്ത് മറ്റ് എയർ, അതിൻ്റെ ബാക്കി ഓക്സിജൻ, ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്ന എയറിൻ്റെ അകത്തുള്ള കമ്പോണൻറ്റുകളൊന്നും ഉണ്ടാവില്ല. അവിടെ ആ ഒരു ചേമ്പറിൻ്റെ ഉള്ളിലെ എയറിനെ ഫുള്ളായിട്ടും സക്ക് ചെയ്ത് നമ്മൾ പുറത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ എയർ ഫ്രീ ആയിട്ടുള്ള ഒരു ചേമ്പറിനെയാണ് നമ്മൾ വാക്വം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചേമ്പർ നമുക്ക് ആവശ്യമുണ്ട്. അതിനെയാണ് വാക്വം ഫോമിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ വാക്വം ഫോമിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ടുന്ന ആ ഒരു മോൾഡ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ മോൾഡിനെ ഫുള്ളായിട്ടും കവർ ചെയ്ത് ആ ടോപ്പിലൂടെ എല്ലാ എഡ്ജസും ആംഗിൾസും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു വാക്വം ഫോർമർ അല്ലെങ്കിൽ നമ്മൾ വാക്വം ഫോമിംഗ് മെഷീൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഓൺ ചെയ്യുന്നു. അങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ഈ അകത്ത് വെച്ചിട്ടുള്ള ആ ഒരു മോൾഡ് വെച്ചിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ ചെറുതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടെമ്പറേച്ചർ. സംതിങ് ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു.
അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റൽ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ മെറ്റൽസിനെക്കാട്ടിലും വളരെ താഴ്ന്ന മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റീരിയലാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ചെറിയ ചൂട് കൊണ്ട് തന്നെ ഉരുകി പോകുന്നൊരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് സോഫ്റ്റ് ആവാൻ തുടങ്ങും. ആ ഒരു പതിയെ മെൽറ്റിങ്ങിന് മുമ്പായിട്ട് ആ ഒരു സോഫ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ അത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അങ്ങനെ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ സോഫ്റ്റ് ആയതിന് ശേഷം അത് ഈ ഒരു മോൾഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ തുടങ്ങും. ആ ഒരു സോഫ്റ്റായി മോൾഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും പറ്റിപ്പിടിച്ച് ഇരിക്കും. അങ്ങനെ വാക്വം കാരണം എല്ലാ ഭാഗത്തേക്കും നമ്മളതിനെ പറ്റിപ്പിടിച്ചിരിക്കും. അത്രയും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാക്വം കണ്ടീഷൻ ഒഴിവാക്കുന്നു. അപ്പോൾ ആ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതിനെ കൂൾ ചെയ്യുന്നു. അങ്ങനെ കൂൾ ചെയ്ത് കഴിയുമ്പോൾ കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫുള്ള് നമ്മളകത്ത് വെച്ചിരുന്ന ആ ഒരു മോൾഡ് ഫുള്ളായിട്ട് എടുത്തു കഴിയുമ്പം ആ മോൾഡിൻ്റെ ഏത് ഷേപ്പാണോ ആ ഷേപ്പിൽ നമുക്ക് എന്ത് കിട്ടും, ഫുള്ളായിട്ട് ഔട്ടർ കവർ ചെയ്ത ഒരു പ്ലാസ്റ്റിക് നമുക്ക് കിട്ടും. അപ്പം കോമൺ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, വേണ്ടുന്ന ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മളെ മോൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലുള്ള മോൾഡായിരുന്നു നമുക്ക് വേണ്ടത്. അതിന് പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചു. ആ പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം നമ്മൾ ചൂട് കൊടുത്തു. അങ്ങനെ ചൂട് കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് വേണ്ടുന്ന ഷേപ്പ് ഏതാണോ ആ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ തിക്നെസ്സിൽ നമുക്ക് കൂളിങ്ങിന് ശേഷം ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കിട്ടും. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വാക്വം കാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ വാക്വം കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മോൾഡാണ്. സർഫസ് ഫിനിഷ് വളരെ കൂടുതലാണ്. കാരണം എല്ലാ മൂക്കിലും മൂലയിലേക്കും ഈച്ച് ആൻഡ് എവറി കോർണറിലും ആംഗിളും എല്ലാം കവർ ചെയ്തായിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് ചെല്ലുന്നത്, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ആക്യുറേറ്റ് വളരെ ഡയമെൻഷനലി നല്ല ഹൈ ആക്യുറസിയുള്ള കാസ്റ്റ് ആയിരിക്കും ഈ ഒരു വാക്വം പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഈ ഒരു ഫുൾ മെഷീൻ എന്ന് പറയുന്നത്, വാക്വം ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോസ്റ്റ് വളരെ കൂടുതലാണ്, എക്സ്പെൻസീവാണ്. പിന്നെ ദ ലോ മെൽറ്റിംഗ് പോയിൻറ്റ് മെറ്റൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ മോൾഡിൻ്റെ ലൈഫ് വളരെ കുറവാണ്, ഷോർട്ട് ലൈഫ് ഈ ഒരു മോൾഡിന് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്തത്. പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തത്. പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൽ റീയൂസബിൾ ആയിട്ടുള്ള മോൾഡുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി പ്രോസസ്സ്, നെക്സ്റ്റ് സ്ലഷ് കാസ്റ്റിങ്, തേർഡ് വൺ ലോ പ്രഷർ കാസ്റ്റിങ്, ലാസ്റ്റ് വൺ വാക്വം പ്രോസസ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത വരുന്ന വീഡിയോകളിൽ നമുക്ക് കൂടുതൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.